നിർമ്മല സീതാരാമന്റെ തുടർച്ചയായ 8ാം ബജറ്റ്. നിർമ്മലയുടെ ഇതുവരെയുള്ള ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ബജറ്റ് പ്രസംഗം. പ്രത്യേകതകൾ ഏറെ നിറഞ്ഞ 3ാം നരേന്ദ്രമോദി സർക്കാരിന്റെ 2ാം ബജറ്റ്. പക്ഷെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുക മറ്റൊരു കാര്യത്തിലാകും. അത് നികുതിദായകർക്കെല്ലാം ഏറെ സന്തോഷം പകരുന്നതുമാണ്. പ്രത്യേകിച്ച് ഇടത്തരക്കാർക്ക്. അത്രയേറെ സ്വപ്നതുല്യമായ നികുതി ഇളവുകളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 10 ലക്ഷം വരെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ 12 ലക്ഷം വരെ പ്രഖ്യാപിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. പ്രതിപക്ഷ ബഹളത്തെയും ബീഹാറിന് കൈനിറയെ പ്രഖ്യാപനമെന്ന വിമർശനത്തെയും നിശബ്ദമാക്കി നിർമ്മലയുടെ വമ്പൻ പ്രഖ്യാപനം. എന്താണ് ധനമന്ത്രി പ്രഖ്യാപിച്ച നികുതി ഇളവിന്റെ പ്രത്യേകതകൾ? എങ്ങനെയാണ് ഇത് രാജ്യത്തെ ശമ്പളം വാങ്ങുന്ന മധ്യവർഗത്തിന് ഗുണകരമാവുക? ഇത് പഴയ ആദായ നികുതി സ്ലാബിൽ തുടരുന്നവരെ ബാധിക്കുമോ? പുതിയ നികുതി സ്ലാബിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ കുടുംബ ബജറ്റിൽ എത്ര രൂപ മിച്ചം പിടിക്കാനാകും? ആദായ നികുതിദായകർക്ക് വൻ ആനുകൂല്യങ്ങളുമായാണ് കേന്ദ്ര ബജറ്റിന്റെ വരവ്. 12.75 ലക്ഷം രൂപ വരെ വരുമാനക്കാർക്ക് ഇനി നികുതി നൽകുകയേ വേണ്ട. അടിസ്ഥാന നികുതി ഇളവ് അഥവാ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 രൂപ കൂടി കൂട്ടുമ്പോൾ 12.75 ലക്ഷം രൂപ വരെ നികുതിയുള്ളവർക്ക് നികുതി നൽകേണ്ടി വരില്ല. ഇതിനു പുറമെ നികുതി നിരക്കുകളിലും വൻ ഇളവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ചാർട്ടിലുണ്ട് എങ്ങനെയാണ് മാറ്റമെന്നുള്ളത്. നികുതി ഒഴിവാക്കുന്ന പരിധി ഉയർത്തുക മാത്രമല്ല, നികുതി നിരക്കിലും ഗണ്യമായ വെട്ടിക്കുറവ് വരുത്തിയിരിക്കുന്നതായി ചാർട്ടിൽ നമുക്ക് കാണാം. ഒപ്പം ഉയർന്ന വരുമാനക്കാർക്ക് ആശ്വാസമായി 25% എന്നൊരു പുതിയ സ്ലാബ് കൂടി കൊണ്ടുവന്നിരിക്കുകയാണ് കേന്ദ്രം. നിലവിൽ 15 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 30% നികുതി നൽകേണ്ടിയിരുന്നത്. ഇതാണ് 16 മുതൽ 20 ലക്ഷം രൂപ വരെ 20%, 20 മുതൽ 24 ലക്ഷം രൂപ വരെ 25%, അതിനു മുകളിൽ മാത്രം 30% എന്ന നിരക്കിലേക്ക് ഇപ്പോൾ കുറഞ്ഞത്. അതായത് 9 ലക്ഷം രൂപ അധിക വരുമാനം ഉണ്ടായാലേ 30% എന്ന ഏറ്റവും ഉയർന്ന പരിധിയിലേക്ക് വരൂ എന്ന് ചുരുക്കം. ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം. ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട വമ്പൻ ആനുകൂല്യങ്ങളെല്ലാം പുതിയ നികുതി രീതി തിരഞ്ഞെടുക്കുന്നവർക്ക് മാത്രമാണ്. ഭവന വായ്പാ പലിശയിൽ 2 ലക്ഷം രൂപ വരെ നേരിട്ട് വരുമാനത്തിൽ നിന്ന് കുറയ്ക്കുന്നത്, മെഡിക്കൽ ഇൻഷുറൻസ്, വിദ്യാഭ്യാസ വായ്പയുടെ പലിശ തുടങ്ങി വരുമാനത്തിൽ നിന്ന് കുറയ്ക്കുന്ന മറ്റ് ആനുകൂല്യങ്ങൾ, ഭവന വായ്പയുടെ മുതലിന്റെ തിരിച്ചടവ്, PF നിക്ഷേപം, ലൈഫ് ഇൻഷുറൻസ് തുടങ്ങി 80C വരുന്ന നിക്ഷേപങ്ങൾക്ക് 1.5 ലക്ഷം രൂപ വരെയുള്ള നികുതി ഇളവ് എന്നിവയൊക്കെ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പഴയ നികുതി രീതി പിന്തുടരുന്നവർക്ക് ഒരു ആനുകൂല്യവും ലഭിക്കില്ല. അവർ നിലവിലുള്ള നിരക്കിൽ തന്നെ നികുതി നൽകണം. അവരുടെ നികുതി ഒഴിവ് 5 ലക്ഷം രൂപ വരെ മാത്രമാണ്. 2.5 ലക്ഷത്തിന് മുകളിൽ 5 ലക്ഷം വരെ 5%, 5 മുതൽ 10 ലക്ഷം വരെ 20%, 10 ലക്ഷത്തിന് മുകളിൽ 30% നികുതി നൽകണം. ഈ ബജറ്റിൽ ഓൾഡ് റെജീം എടുത്തു കളയുമോ എന്നതായിരുന്നു ആശങ്ക. പക്ഷെ ഫലത്തിൽ ഓൾഡ് റെജീം തനിയെ ഇല്ലാതാകുന്ന വിധത്തിലുള്ള ആനുകൂല്യങ്ങളാണ് ന്യൂ റെജീമിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതാണ്ട് എല്ലാവരും ന്യൂ റെജീം തിരഞ്ഞെടുക്കുന്നതോടെ ഓൾഡ് റെജീമിന് സ്വാഭാവികമായി തന്നെ അന്ത്യമാകും. 12 ലക്ഷം രൂപ വരുമാനക്കാരന് 80,000 രൂപ മിച്ചം ലഭിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഈ നേട്ടം ചെറുതൊന്നുമല്ലെന്ന് വ്യക്തമല്ലേ? മാസം 6,666 രൂപയാണ് ഇദ്ദേഹം ലാഭിക്കുന്നത്. ഭാര്യയും ഭർത്താവും ശമ്പളക്കാരായ ഒരു കുടുംബത്തിന് മാസം ഈ നിരക്കിൽ ഏകദേശം 13,000 രൂപ ലാഭിക്കാനാകും. എന്നാൽ നികുതി ഒഴിവ് പരിധി വിട്ടാൽ ഇത്രയും ആനുകൂല്യം ലഭിക്കില്ല. മറ്റൊന്ന്, 12.75 ലക്ഷം രൂപ വരെ നികുതി നൽകേണ്ട എന്ന് പറഞ്ഞാൽ പ്രതിമാസം 1 ലക്ഷം രൂപ വരുമാനമുള്ളയാൾ നികുതിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാകുന്നു എന്നാണ്. അതായത് ശമ്പള വരുമാനക്കാരിൽ വലിയൊരു പങ്കും ഈ നേട്ടത്തിന് അർഹരാകും. 20 ലക്ഷം വരുമാനക്കാരനും മാസം 10,000 രൂപയ്ക്കടുത്ത് ലാഭിക്കാവുന്നുവെന്ന് അർത്ഥം. ചുരുക്കത്തിൽ താഴ്ന്ന വരുമാനക്കാരും ഇടത്തരം വരുമാനക്കാരും പൂർണ്ണമായും നികുതിയിൽ നിന്ന് ഒഴിവാകുമ്പോൾ ഉയർന്ന വരുമാനക്കാർക്ക് നികുതിയിൽ ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്നു. അതായത് ഈ ബജറ്റിന്റെ നേട്ടം എല്ലാ നികുതിദായകർക്കും ലഭിക്കുന്നുവെന്ന് വ്യക്തം. പക്ഷെ ആദായ നികുതിയിൽ വൻ ആനുകൂല്യങ്ങൾ നൽകിയതോടെ ഒരു വർഷം കേന്ദ്ര സർക്കാരിന്റെ വരുമാനത്തിൽ 1 ലക്ഷം കോടി രൂപയുടെ ഇടിവാണ് ഉണ്ടാകുന്നത്. പരോക്ഷ നികുതിയിൽ 2.6 ലക്ഷം കോടിയുടെ ഇടിവും വരും. എന്നിട്ടും എന്തിനാണ് ഇത്രയും വലിയ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാൻ കേന്ദ്രം തയ്യാറായത്? ഇടത്തരക്കാരുടെ കയ്യിലേക്ക് എത്തുന്ന പണം വിപണിയിലേക്ക് ഒഴുക്കുക എന്നതാണ് ലക്ഷ്യം. അല്പം നഷ്ടം സഹിച്ചാലും ആത്യന്തികമായി ഇന്ത്യയുടെ വളർച്ചയാണ്
ധനമന്ത്രി ലക്ഷ്യമിടുന്നത് എന്ന് വ്യക്തം.